ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ മിന്നൽ റെയ്ഡ് വന്നപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനും വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും CPM ഒരുമ്പെട്ടത് നമ്മൾ കണ്ടു. അതിൽ ഇന്ന് ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു മർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞത്, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസാണ്. അത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അത് നേരത്തെ തുടങ്ങിയതാണ്. ഈ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ED. ഇന്ന് അവരത് ചെയ്തു. അതിൽ മനസ്സംതൃപ്തിയുള്ളവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമുണ്ട് എന്ന് ഒരു വാചകം കൂടി ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബോധപൂർവം പിണറായിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന പ്രതിരോധം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് CPM ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചതുമില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനൊരു നീക്കത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതേയില്ല എന്നാണ്. ED സംഘം ആക്രമിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന പോലീസ് നിഷ്ക്രിയരായി നിന്നു എന്ന ആക്ഷേപം സംസ്ഥാന സർക്കാർ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മൊത്തം സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ശ്രീ രാജു പി നായർ? അല്ല, രാഹുൽ ഗാന്ധിയുടെ പേരൊക്കെ പറയുന്ന ഒരു പക്ഷെ നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നൊക്കെ പറയാനുള്ള പേടി കൊണ്ടായിരിക്കും, മുട്ട് കൂട്ടിയിടിക്കുന്നതുകൊണ്ടായിരിക്കും അത് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞത്. അല്ലെങ്കിൽ ED റെയ്ഡ് നടത്തിക്കഴിഞ്ഞാൽ പറയേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ ഒക്കെ പേരെടുത്തല്ലേ. അതൊന്നും പറയാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യമില്ല, അതുകൊണ്ട് പറയാത്താവും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഗോപീകൃഷ്ണൻ, നമ്മൾ ഈ ചർച്ചയിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയും ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഏത് കേസിലാണ് ഇന്ന് ഈ നടപടി ഉണ്ടായത്? ആ കേസിൽ ആരൊക്കെയാണ് പ്രതികൾ? ഒന്ന് അങ്ങേക്ക് വ്യക്തമാക്കാവോ? താങ്കൾക്കറിയില്ലേ? അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നമ്മളൊരു അവതാരകൻ എന്ന രീതിയിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കല്ല, അതെല്ലാം വളരെ വിശദമായിട്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ കുറിപ്പിലുണ്ട്. ഇന്നലെ കോടതിയിൽ ഈ കേസ് ഹർജിയായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ നിർത്തിവെക്കണം, അവർക്ക് അതിനുള്ള അവകാശമില്ല എന്ന ഹർജി ഹൈക്കോടതി തള്ളിയതാണ്. ഇതിൽ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടുന്ന ഈ കേസ്, അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ എന്ന നിലയിൽ അത് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം, വാർത്താ മാധ്യമങ്ങൾ കാണുന്നവർക്കറിയാം, പത്രം വായിക്കുന്നവർക്കറിയാം. ശരി, ഗോപീകൃഷ്ണൻ അത് വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ശശിധരൻ കർത്തയെ പ്രതിയായി 12ഓളം പേർ കൂട്ടുപ്രതികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്നിരിക്കുന്ന ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസ് കാണിച്ച് ടാക്സ് വെട്ടിപ്പ് നടത്തിയ കേസിൽ ഉള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിനകത്ത് ഒന്നാം പ്രതി ശശിധരൻ കർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശരത് കർത്ത ഉൾപ്പെടെയുള്ള പ്രതികളുണ്ട്. 12ാം പ്രതിയാണ് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ. അപ്പോൾ ഇന്ന് ഈ കാണിച്ചു കൂട്ടിയത് മുഴുവൻ ആരെ സംരക്ഷിക്കാനായിരുന്നു? പിണറായി വിജയൻ പ്രതി അല്ലല്ലോ. ഇന്ന് കാണിച്ചു കൂട്ടിയ കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ ഇവരുടെ പാവപ്പെട്ട സഖാക്കളെ നിയമത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്രമാത്രം വലിയ അക്രമവും ഈ പറയുന്ന ഇതെല്ലാം കാണിച്ചത് ആരെ രക്ഷിക്കാനാണ്? ശശിധരൻ കർത്തയെ രക്ഷിക്കാനല്ലേ? ശശിധരൻ കർത്തയിൽ നിന്ന് മേടിച്ച പണത്തിൻ്റെ പ്രത്യുപകാരമല്ലേ? പിണറായി വിജയൻ അതിനകത്ത് പ്രതിയല്ലല്ലോ. പിണറായി വിജയൻ്റെ മകൾ, ആ പിണറായി വിജയൻ്റെ മകളാണെന്ന് തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് 1,72,00,000 കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമുണ്ട്. അതുകൂടാതെ ഏകദേശം 93 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് അധിക ചിലവായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ പ്രതികളും ഇതിനകത്തുണ്ട്. പിണറായി വിജയൻ അതിനകത്ത് പ്രതിയല്ല. അപ്പോൾ 12ാം പ്രതിയായ വീണയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ED നേരത്തെ കേസ് ഫയൽ ചെയ്തു, FIR ഇട്ടിരുന്നു. FIR എന്നല്ല അതിന് പറയുക, അതിൻ്റെ ഇട്ടിരുന്നു. അതിനുശേഷം അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഇന്നലെ ഹൈക്കോടതി ആ തടസ്സങ്ങൾ നീക്കി EDക്ക് അന്വേഷണം തുടരാം എന്നുള്ള വിധി കൊടുത്തപ്പോൾ അവർ റെയ്ഡ് നടത്തിയപ്പോൾ എന്തിനാണ് അത് പിണറായി വിജയൻ്റെ നേർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അക്രമം കാണിച്ചതെന്നുള്ള CPM മറുപടി പറയണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.